IPC 1D അച്ചീവ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. ഇത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രോഗ്രാം ഈസ് റിവ്യൂഡ് ബേസ്ഡ് ഓൺ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ അസസ്മെൻറ്റ് ടൂൾസ്. നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കണമെന്നും അതിനെ വർഷത്തിലൊരിക്കലെങ്കിലും റിവ്യൂ ചെയ്യണമെന്നും ആ റിവ്യൂ അനുസരിച്ച് സെറ്റ് ചെയ്യണമെന്നും റീഡോക്യുമെൻ്റ് ചെയ്യണമെന്നും ആ കമ്മിറ്റി കൂടുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ മാർക്ക് ചെയ്യണമെന്നും നമ്മൾ മനസ്സിലാക്കി. അടുത്തത് ഒരു അച്ചീവ്മെൻ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. നമുക്ക് ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ പ്രോഗ്രാമിൽ ഈ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ അസസ്മെൻറ്റ് ടൂൾസ് ഉപയോഗിക്കാമെന്നത്. നമുക്ക് എവിടെ കിട്ടും ഇത്? ഈ അസസ്മെൻറ്റ് ടൂൾസ് ഗ്രേപ്സിലുണ്ട്, അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ അസസ്മെൻറ്റ് ഫ്രെയിംവർക്കിനെ കുറിച്ച് പഠിക്കാം. അത് നമ്മുടെ ഫെസിലിറ്റി ലെവലിലാണ് നമ്മൾ ഉപയോഗിക്കുക. CDC ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ അസസ്മെൻറ്റ് ടൂൾസ് ഉണ്ട്. അത് അക്യൂട്ട് കെയർ ഹോസ്പിറ്റൽസ് ആണ്. നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷനോടുകൂടി നമുക്ക് ഇത്തരത്തിലുള്ള ടൂൾസ്, ഇത് രണ്ടും മാത്രമൊന്നുമില്ല കേട്ടോ, ഇവർ ഇൻ്റർപ്രിട്ടേഷനിൽ 2 എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. സോ ധാരാളമായിട്ട് ഇത്തരത്തിലുള്ള ടൂൾസുകൾ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോളിന് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഈ ഒരു അച്ചീവ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ നമ്മൾ കാണുന്നത്, നമുക്ക് ഒരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ പ്രോഗ്രാമിൻ്റെ റിവ്യൂ നടക്കണം. ആ റിവ്യൂ എന്തിനെ ബേസ് ചെയ്തായിരിക്കണം? അത് ഒരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ അസസ്മെൻറ്റ് ടൂള്, അതൊരു ഒബ്ജക്റ്റീവ് എലമെൻറ്റ് ക്വസ്റ്റ്യനറായിട്ടോ അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ് ആയിട്ടോ ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഓരോ സർവീസിനും പ്രൊസീജിയറിനും ഹൈ റിസ്ക് പ്രൊസീജിയറിനും നമ്മൾ എവിടെയൊക്കെയാണോ ആ മാനുവൽ പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടുള്ളത്, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ മാനുവൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് തന്നെ ഈ ഒരു അസസ്മെൻറ്റ് ടൂൾസ് ഉപയോഗിക്കാം. സോ IPC 1D the infection prevention and control program is reviewed based on infection prevention and control assessment tools.